ഹായ് മക്കളെ, എല്ലാവർക്കും സനിതാസ് ഓൺലൈൻ ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡു, ഡസ്, ഡിഡ് എന്നിവയുടെ ഉപയോഗത്തെ പറ്റിയിട്ടാണ്. ഡൂവിനും ഡസിനും ഒരേ അർത്ഥമാണുള്ളത്, ചെയ്യുക എന്നതാണ്. ഡൂവിന്റെ ഡസിന്റെ അർത്ഥം എന്താണ്? ചെയ്യുക. ഡിഡ് ആണെങ്കിൽ ചെയ്തു. ഡിഡിന്റെ അർത്ഥം എന്താണ്? ചെയ്തു. ഇനി ഡൂവും ഡസും നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് ടെൻസിലാണ്. ഡൂവും ഡസും നമ്മൾ ഏത് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്? പ്രസന്റ് ടെൻസ്. എന്താണ് പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ പറയുന്നതാണ് പ്രസന്റ് ടെൻസ്. ഇനി ഡിഡ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി പറയാനായിട്ടാണ് നമ്മൾ ഡിഡ് ഉപയോഗിക്കുന്നത്. ഇത്രയും വരെ ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, ഈ ഡൂവും ഡസും പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. എങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ പോരെ? ആ ഒരു സംശയം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവാം. പക്ഷെ ഒന്ന് ഉപയോഗിച്ചാൽ പോരാ. കാര്യം എന്താണ്? ഡു നമ്മൾ ഉപയോഗിക്കുന്നത് ഐ, യു, വി, ദേ ആൻഡ് പ്ലൂറൽ സബ്ജക്റ്റ്. ഏതിന്റെ ഒക്കെ കൂടെയാണ് നമ്മൾ ഡു ഉപയോഗിക്കുന്നത്? ഐയുടെ കൂടെ, യുവിന്റെ കൂടെ, വിയുടെ കൂടെ, ദേയുടെ കൂടെ, അതോടൊപ്പം തന്നെ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ. പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലധികം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്ലൂറൽ എന്ന് പറയാ കേട്ടോ. ഇനി ഡസ് ഉപയോഗിക്കുന്ന എവിടെയൊക്കെയാണ്? ഹിയർ, ഷിയർ, ഇറ്റ് ആൻഡ് സിംഗുലർ സബ്ജക്റ്റ്. ഹീയുടെ കൂടെ, ഷീയുടെ കൂടെ, ഇറ്റിന്റെ കൂടെ, അതോടൊപ്പം തന്നെ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഡസ് ഉപയോഗിക്കും. ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗം എഴുതിയെടുത്ത് നല്ല വൃത്തിയായിട്ട് വായിച്ച് പഠിക്കുക. ഇനി ഡിഡിന്റെ ഉപയോഗം എന്താ മക്കളെ? യൂസ്ഡ് വിത്ത് ബോത്ത് സിംഗുലർ ആൻഡ് പ്ലൂറൽ സബ്ജക്റ്റ്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഉപയോഗിക്കും, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഡിഡ് ഉപയോഗിക്കും. അതിന് പ്രശ്നമില്ല. അപ്പൊ ഒന്ന് ഓർത്താൽ മതി, ഡിഡ് എന്ന് കണ്ടാലേ നമ്മൾ എന്ത് ഓർത്തോണം? അത് പാസ്റ്റ് ടെൻസിൽ നടന്ന കാര്യമാണ്, എന്തോ ചെയ്തു കഴിഞ്ഞ കാര്യത്തെ പറ്റി പറയാനായിട്ടാണ് ഡിഡ് ഉപയോഗിക്കുന്നത് എന്ന് മാത്രം ഓർക്കുക. ഓക്കെ, നമുക്കിനി ഇതിന്റെ എക്സാമ്പിളിലേക്ക് കിടക്കാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും. ഒന്നാമത്തെ സെന്റൻസ് നോക്കാം. ഐ നെവർ തോട്ട് ഐ കുഡ് ഡു ഇറ്റ്. ഐ നെവർ തോട്ട് ഐ കുഡ് ഡു ഇറ്റ്. എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. ഐ നെവർ തോട്ട് ഐ കുഡ് ഡു ഇറ്റ്. ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അവിടെ ഡു ഉപയോഗിച്ചു. ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ. എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ബെസ്റ്റ് ഞാൻ ചെയ്യും എന്ന് കാണിക്കാനായിട്ട് ഡു ഉപയോഗിച്ചേക്കുന്നു. ഐ ഡോണ്ട് തിങ്ക് സോ. ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല, വിചാരിച്ചില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. ഇനി നമ്മള് ഡു ക്വസ്റ്റ്യൻ വേർഡായിട്ട് ഉപയോഗിക്കും. അതിനെന്ത് ചെയ്താൽ മതി? ഡു എടുത്ത് നമ്മൾ ആദ്യമേ കൊടുത്താൽ മതി, അതൊരു ക്വസ്റ്റ്യൻ ആയി മാറിക്കോളും. ഡു യു ലൈക്ക് ദ കാർ? നിനക്ക് ആ കാറ് ഇഷ്ടപ്പെട്ടോ? ഡു യു ലൈക്ക് ദ കാർ? ഡു യു നീഡ് മൈ ഹെൽപ്പ്? ഡു യു നീഡ് മൈ ഹെൽപ്പ്? നിനക്ക് എന്റെ സഹായം ആവശ്യമുണ്ടോ? ഡു യു വാണ്ട് ടു സീ ഇറ്റ്? ഡു യു വാണ്ട് ടു സീ ഇറ്റ്? നിനക്കത് കാണണമോ? നിനക്കത് കാണണമോ? ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ നമ്മള് ഡു ഉപയോഗിക്കുന്ന എന്താണ്? ഒരു സെന്റൻസിൽ അർത്ഥം വരാനായിട്ട് ഉപയോഗിക്കുന്നു, ഒരു ക്വസ്റ്റ്യൻ വേർഡായിട്ട് കൂടി നമ്മള് ഡു ഉപയോഗിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഡിഡ് വെച്ചിട്ടുള്ള സെന്റൻസ് പരിചയപ്പെടാം. It doesn't bother me. It does not bother me. Does notനെ നമുക്ക് doesn't എന്ന് ചുരുക്കി എഴുതാം അല്ലെ. It does not bother me. അത് തന്നെ വലിയ ബോധർ ഒന്നും ചെയ്യുന്നില്ല അല്ലെ. She does not understand the language. She does not understand the language. അവൾക്ക് ആ ഭാഷ മനസ്സിലായില്ല. He does not like it. അവനത് ഇഷ്ടമല്ല. ഹി ഡസ് നോട്ട് ലൈക്ക് ഇറ്റ്. അവനത് ഇഷ്ടമല്ല. ഇവിടെ എല്ലാം സബ്ജക്റ്റ് ശ്രദ്ധിച്ചോണേ, സിംഗുലർ സബ്ജക്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഡസ് ഉപയോഗിച്ചത്. ഡു ഉപയോഗിച്ചത് എവിടെയായിരുന്നു? പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതിനെ ക്വസ്റ്റ്യൻ വേർഡിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ ഡസ് എടുത്ത് സബ്ജക്റ്റ് ആയിട്ട് ആദ്യമേ എഴുതിയാൽ മതി. ഡസ് ഷീ ലൈക്ക് ടു റീഡ് ബുക്സ്? അവക്ക് ബുക്ക് വായിക്കുന്നത് ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ഓക്കെ. ഡസ് ഹി ഈറ്റ് ആപ്പിൾസ് ഡെയിലി? അവൻ എല്ലാ ദിവസവും ആപ്പിൾ കഴിക്കാറുണ്ടോ? അല്ലെ, ചോദ്യമല്ലേ, കഴിക്കാറുണ്ടോ? ഡസ് ഹി പെർഫോം വെൽ? ഡസ് ഹി പെർഫോം വെൽ? അവൻ നന്നായിട്ട് പെർഫോം ചെയ്തോ?
ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, അപ്പം ഡൂവിന്റെയും ഡസിന്റെയും കഴിഞ്ഞു. ഇനി അടുത്ത് ഡിഡ് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസ് പരിചയപ്പെടാം. വൈ ഡിഡ് യു വേസ്റ്റ് യുവർ ടൈം? എന്തുകൊണ്ടാണ് നീ നിന്റെ സമയം വേസ്റ്റ് ആക്കിയത്? She did not like to go there. She did not like to go there. അവൾക്ക് അവിടെ പോകാൻ ഇഷ്ടമല്ല. He did not give me another chance. He did not give me another chance. അവൻ എനിക്ക് ഒരു ചാൻസ് കൂടി തന്നില്ല. ഇനി നോക്കിയേ മക്കളെ, ഡിഡിനെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് മാറ്റുമ്പോൾ എന്തായി? ക്വസ്റ്റ്യനിലേക്ക് ആക്കുമ്പോൾ നമ്മൾ ഡൂവും ഡസും ചെയ്ത പോലെ തന്നെ ഡിഡിനെ നമ്മൾ ആദ്യം എടുത്തിടുക. Did you enjoy the trip? Did you enjoy the trip? നീ ട്രിപ്പ് എൻജോയ് ചെയ്തോ? Did you go to the class yesterday? Did you go to the class yesterday? നീ ഇന്നലെ ക്ലാസ്സിൽ പോയോ? Did you understand what she said? Did you understand what she said? അവള് പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പോൾ ഡു ഡസ് ഡിഡ് വെച്ചിട്ടുള്ള സെന്റൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഡൂവും ഡസും പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ കൂടെയും പ്ലൂറൽ ആയിട്ട് സബ്ജക്റ്റിന്റെ കൂടെയുമാണ് ഡൂവും ഡസ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഡിഡ് ആണെങ്കിൽ പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. ചെയ്തു എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡിഡ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ശ്രദ്ധിച്ചേ, ഷീയുടെ കൂടെയും യുവിന്റെ കൂടെയും നമ്മൾ എന്തുപയോഗിച്ചിട്ടുണ്ട്? ഡിഡ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഡിഡ് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയും ഉപയോഗിക്കുന്നു. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി, ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.